നമ്മുടെ റൈഡിൻ്റെ തലേദിവസമാണ്. ജിതിനെ പിക്ക് ചെയ്യാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നേക്കുവാണ്. ജിതിനൊരു വലിയ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിലെന്താണെന്ന് നമുക്ക് നോക്കാം. നേരെ ഒന്ന് ഇറങ്ങിയാളല്ലേ. ജിതിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു വലിയൊരു അൺബോക്സിങ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അൺബോക്സ് ചെയ്യാൻ പോകാം. ഫസ്റ്റ് സീറ്റില് എടുക്കട്ടെ. ഇങ്ങനെയുണ്ട്. ഇപ്പോഴും സർപ്രൈസ് ആണ്. ആദിത്യൻ തൻ്റെ ഡ്രീം ബൈക്കായ കൊനാസൂത്ര സ്പെഷ്യൽ എഡീഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ ഫുൾ വീഡിയോ വൈശാഖേട്ടൻ്റെ ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആദിത്യൻ കൊടൈക്കനാൽ റൈഡിൽ ഈ ഒരു കൊനാസൂത്ര പുതിയ ബൈക്കായിട്ടാണ് നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഇതേ സമയം ജിനോജ് ബ്രോ പതിവ് പോലെ തന്നെ മൂന്നാറിൽ ചായ കുടിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ റൈഡ് കുറേ നാളായിട്ട് മുടങ്ങിക്കിടന്നുകൊണ്ട് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാനും ജിനോജ് ബ്രോയുടെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ ഒരു സൺഡേ മൂന്നാർ വരെ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. കൊടൈക്കനാൽ ഒരുപാട് കയറ്റങ്ങൾ ചവിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രാക്ടീസായിട്ട് ഞങ്ങൾ മൂന്നാർ ഒരു റൈഡ് പോയായിരുന്നു. ഒരു സോളോ റൈഡായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയൊരു യാത്രയാണ്. പക്ഷേ ഈ കൊടൈക്കനാൽ യാത്രയിൽ നമ്മുടെ ഒപ്പം ജിനോജ് ബ്രോ ഉണ്ട്, ജിതിനുണ്ട്, ആദിത്യനുണ്ട്, പിന്നെ വൈശാഖേട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ വൈശാഖേട്ടന് ഒരു പനി വന്നതുകൊണ്ട് വൈശാഖേട്ടൻ മറ്റൊരു ദിവസത്തേക്ക് യാത്ര പ്ലാൻ ചെയ്തേക്കുവാണ്. അപ്പോൾ ബാക്ക് ടു ജിതിൻസ് ബാഗ് അൺബോക്സിങ്. അപ്പോൾ ഇതിനകത്തൊരു സൈക്കിള് തന്നെയുണ്ട്. ഈ ഒരു ബാഗിനകത്ത് ജസ്റ്റ് ട്രെയിനിൽ കൂടെ കൊണ്ടുവന്നൊരു ബാഗാണ്. അതിനകത്തുനിന്ന് നമുക്ക് ഒരു സൈക്കിള് തന്നെയുണ്ട്. അപ്പം അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പാക്കിംഗ് ആണ് നമ്മളീ കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ജേഴ്സിയും കാര്യങ്ങളും ബോട്ടിലും റിഫ്ലക്റ്റീവ് വെസ്റ്റ് ഉണ്ട്, നെക്ക് ബാൻഡ്, പ്രോട്ടീൻ ബാർസ്, ലൈറ്റുകൾ, പമ്പ്, ലോക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, നമ്മൾ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ആദ്യത്തെ പാക്ക് ചെയ്യാൻ എടുത്തു വച്ചേക്കുന്ന സാധനങ്ങളാണ്. ആദ്യത്തിൻ്റെ പുതിയ ബൈക്കിലെ ആദ്യത്തെ യാത്രയാണ്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ടൂറിംഗ് ബൈക്കാണ് കൊനാസൂത്ര SE. അതിൽ സൈഡ് ബാഗും എല്ലാം വരുന്നുണ്ട്. അപ്പം അതിലിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബൈക്കെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാരിൻ്റെ ബൈക്കാണ് കേട്ടോ, ഇതൊരു ഗ്രാവൽ ബൈക്കാണ്. അപ്പോൾ അത് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കൊരട്ടിയിലാണുള്ളത്. കൊരട്ടിയിലാണ് ഞങ്ങൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കൊരട്ടിയിൽ എൻ്റെ റൂമിൽ നിന്ന്. അപ്പം ആദിത്യനും ജിനോജ് ബ്രോയും വർക്ക് കഴിഞ്ഞിട്ട് നൈറ്റ് ആകുമ്പോൾ ഒക്ടോബർ 1 തീയതി രാത്രി ആകുമ്പോഴത്തേക്കും എത്തും. ഇതിപ്പം ഒക്ടോബർ 1 വൈകുന്നേരമാണ്. ഞാനും വർക്ക് കഴിഞ്ഞ് വന്ന് ഞാനും പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി, അതുപോലെ സൈക്കിളിൽ ഓരോ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് തരാം. നമ്മൾ കൊണ്ടുവന്ന ടൂൾസ് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം ഫ്രണ്ടിൽ റിയർ ബാഗിൽ നമ്മുടെ ജേഴ്സിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ടൂൾസൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഈ ബിറ്റുവിൻ്റെ ചെറിയ ബാഗിനകത്താണ് വെക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ പഞ്ചർ കിറ്റാണ്. നമ്മുടെ പാർട്ട് ടൂൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പഞ്ചർ കിറ്റാണ്. അപ്പം ഇതിനകത്ത് സാൻഡ് പേപ്പറും ഗമ്മും നമ്മുടെ ബേസിക്കായിട്ടുള്ള പഞ്ചർ കിറ്റിൻ്റെ ടൂൾസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മുടെ പഴയതാണ്, ഇത് പുതിയത് ഗ്രൂപ്പിന് വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചാണ്. അപ്പോൾ 2 പഞ്ചർ കിറ്റ് ഉണ്ട്.
ഞാനിതൊരു സെപ്പറേറ്റ് കവറിനകത്താണ് വെക്കുന്നത്. ഈ ബാഗുകളെല്ലാം വാട്ടർ പ്രൂഫ് എന്ന് പറയുമെങ്കിലും ചില സമയത്ത് ഇതിനകത്തൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് ചെറിയൊരു സെപ്പറേറ്റ് കവറിനകത്ത് വെക്കാം. പിന്നെയുള്ള നമ്മുടെ ടയർ ലിവേഴ്സ്, ഇതും പാർട്ട് കൊണ്ട് തന്നെ മറ്റേതിൻ്റെ ഒപ്പം സെറ്റായിട്ട് കിട്ടിയതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചറൊക്കെ വരുമ്പോൾ നമ്മൾ ടയർ റിമൂവ് ചെയ്യുമ്പോഴും ഇടുമ്പോഴും നമുക്ക് ട്യൂബ് അഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഹെൽപ്ഫുൾ ആയിട്ടൊരു ടൂളാണ്. ഇതെന്തായാലും ഈ ഒരു പഞ്ചർ കിറ്റും പാർട്ട് ടൂൾ എന്തായാലും ഒരു ലോങ് റൈഡിൽ മസ്റ്റായിട്ട് നമ്മളൊപ്പം വേണം. പിന്നെ ഒരു നമ്മുടെ മൾട്ടി ടൂൾ കിറ്റാണ്. ഇത് ഐസ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മൾട്ടി ടൂൾ കിറ്റാണ്. ഇതിപ്പോൾ കുറേയൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വാട്ടർ പ്രൂഫ് ബാഗ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് വെറുതെ ഇട്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കവറിനകത്ത് ഇടുന്നത്. അപ്പോൾ ഈ മൾട്ടി ടൂൾ കിറ്റിനകത്ത് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തരം ടൂൾസ് നമുക്ക് എന്ത് പണി കിട്ടിയാലും അത്യാവശ്യം സൈക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും അഴിക്കാനും പാകത്തിന് അത്യാവശ്യം എല്ലാ ടൂൾസും തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൂള് എടുക്കാണ്ട് നമ്മൾ ലോങ് റൈഡ് പോയിട്ട് കാര്യമില്ല. ഇത് മസ്റ്റായിട്ട് ഉണ്ടാകേണ്ട ഒരു ടൂളാണ്. ORS ആണ്, ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ORS ആണ്. അപ്പം ഇതെന്ന് പറയുന്ന 20 ടാബ്ലറ്റ്സ് വരുന്ന ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ ഓറഞ്ച് ഫ്ലേവറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അത്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ബ്രാൻഡാണ് ഫാസ്റ്റ് ആൻഡ് അപ്പ്. അപ്പോൾ നമുക്ക് ORS ചെറിയ പാക്കറ്റുകൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് ഊട്ടി റൈഡിൽ അഖിൽ പരിചയപ്പെടുത്തി തന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ യൂസ് ചെയ്തതിൽ എഫക്റ്റീവാണ് അത്യാവശ്യം. ഇതിപ്പം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ മേടിച്ച കൊണ്ട് പുതിയത് നമ്മൾ റൈഡിന് വേണ്ടി മേടിച്ച 2 സെറ്റ് ഓഫ് ORS നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ഇത് ലൂബുകളാണ്. സാധാരണ ഒരു ലൂബിന് നമുക്ക് പല റേഞ്ചിലുള്ളതുണ്ട്. ഇതിപ്പം മഴയുണ്ട്, വെയിൽ മിക്സഡ് കണ്ടീഷനാണ്. അപ്പം നമ്മൾ ഇത്രയും നാൾ മഴക്കാലം ആയപ്പോൾ നമ്മൾ വെറ്റ് ലൂബാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മഴ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൾ വെതർ അല്ലെങ്കിൽ ഡ്രൈ ലൂബാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഡൈനാമിക്കിൻ്റെ ഓൾ വെതർ ലൂബാണ്, വാക്സ് കണ്ടൻറ്റ് ഉള്ളത്. ഇത് മക്കോഫിൻ്റെ വെറ്റ് ലൂബാണ്. ഇത് നേരത്തെ കയ്യിലുണ്ടായിരുന്നതാണ്. മഴക്കാലത്ത് ഈ ഒരു ലൂബാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് റീസെൻ്റ്ലി മേടിച്ചതാണ്, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മൾ റൈഡിൽ നമ്മൾ ഇടയ്ക്ക് എന്തായാലും വൺ സൈഡ് തന്നെ നമുക്കൊരു 300+ കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊടൈക്കനാൽ എത്തിയ ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ലൂബ് ചെയ്യേണ്ടി വരും. അപ്പം ലൂബുകൾ എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ബാഗിനകത്ത് വെക്കേണ്ടതൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് 2 ലൈറ്റുകളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വിസിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റുകൾ ഇല്ലാണ്ട് പറ്റത്തില്ല. നമ്മൾ വെളുപ്പിന് ഏർലി മോർണിംഗ് 4 AM നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മോർണിംഗ് ടൈം വരെ നമുക്ക് 2 hours നമുക്ക് എന്തായാലും ഒരു ലൈറ്റിൻ്റെ ബാക്കപ്പ് വേണം. 2 ലൈറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എലോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് ഒത്തിരി പേർക്ക് സുപരിചിതമായിരിക്കും. നമുക്ക് ഡെക്കാത്തലോണിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് എലോപ്സിൻ്റെ. അപ്പം ഇത് നമുക്ക് ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചെറിയ റിമോട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ചെറിയ ബാറ്ററീസ്. ഞാനിപ്പം ഡ്യൂറാസെല്ലിൻ്റെ 3 ബാറ്ററീസാണ് ഇതിൽ ഇട്ടേക്കുന്നത്. 3 ബാറ്ററിയാണ് ഇതിൽ വരിക. അപ്പോൾ ബാറ്ററി ഇടുന്ന ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പം ചാർജിങ് ലൈറ്റ്സിൻ്റെ ഇപ്പോൾ നമുക്ക് തീർന്നു പോകും. ഇപ്പോൾ റിമോട്ട് ഏരിയയിലൊക്കെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബാറ്ററീസ് എക്സ്ട്രാ സ്പെയർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഇതിപ്പം കുറച്ചും കൂടെ ലൂമൻസ് കൂടിയ വിസിബിലിറ്റിയും ഡ്യൂറേഷനും കൂടുതൽ കിട്ടുന്ന വിഗ് ഗോൾഡ്. ഇതാണ് മെയിൻ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സബായിട്ട് എലോപ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ലൈറ്റ്സ് വരുന്നത്. 2 പവർ മോഡാണ്, ഹൈയും ഉണ്ട് ലോയും ഉണ്ട്. ഇതിലോട്ട് വരുമ്പോഴും ഹൈ ഇത്രയുണ്ട്, ലോയും ഉണ്ട്. 2 മോഡാണ്. ഇതിന് ബ്ലിങ്കേഴ്സ് ഇല്ല. ഇത് നമ്മുടെ എലോപ്സ് എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് കാണിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ്. ഇതിന് ഒരു 2 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒത്തിരി ലോങ് ടൈമിൽ നല്ല ബാറ്ററീസൊക്കെ ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററിയൊക്കെയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ബ്ലിങ്കിങ് ഇല്ല, ബേസായിട്ട് ഒരു വിസിബിലിറ്റി ലൈറ്റ് എന്നേ ഉള്ളതേ ഉള്ളൂ. നമ്മൾ മെയിൻ ബാഗിൽ നമ്മൾ സാഡിൽ ബാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാഡിൽ ബാഗിലായിരിക്കും ഈ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യുക. അപ്പം ഇത് പല ബ്ലിങ്ക് മോഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് മോഡാണ്. ഇങ്ങനത്തെ പലതരം ബ്ലിങ്കിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് സ്റ്റേബിളായിട്ട് നിൽക്കും. അതുപോലെ നമുക്ക് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം. പലതരം ബ്ലിങ്കേഴ്സ് അവൈലബിൾ ആണ്.
നമ്മുടെ ഹൈഡ്രേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൽ വെള്ളം ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്, രണ്ടാമത്തേൽ ORS മിക്സ് ചെയ്യാനായിരിക്കും. ഇത് ട്രക്ക് ആൻഡ് റൈഡിൻ്റെ പുതിയ ബാഗാണ്. ട്രക്ക് ആൻഡ് റൈഡിൻ്റെ നമ്മൾ ഫ്രണ്ട് ഹാൻഡിൽ ബാറിൽ വെക്കുന്ന ബാഗാണ്. അപ്പം ഇതിപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ പോകാൻ നേരത്ത് നമ്മൾ ചാർജറും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളും ഏറ്റവും ലാസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഫ്രണ്ട് ബാഗിനകത്തായിരിക്കും വെക്കുക. അതായത് ഈ നമ്മുടെ റിയർ ബാഗിനകത്ത് നമ്മുടെ ജേഴ്സീസ് നമ്മൾ മാക്സിമം സ്റ്റേ എടുക്കുന്നിടത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മുടെ കങ്കാരു ബാഗിനകത്തുള്ളത്. പിന്നെ നമ്മൾ അത്യാവശ്യം മെയിൻ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് ക്യാമറ എപ്പോഴും എടുക്കേണ്ടി വരും, പിന്നെ അത്യാവശ്യം പഞ്ചർ കിറ്റോ സാധനങ്ങളോ അങ്ങനത്തെ ഏറ്റവും എമർജൻസി ആയിട്ട് ORS എടുക്കേണ്ടി വരും. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചാർജറുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിറ്റുവിൻ്റെ ഫ്രണ്ട് ബാഗിൽ വെക്കാം. അപ്പം നമുക്ക് ഇടയ്ക്ക് മാത്രം എടുക്കേണ്ടി വരും. ഇപ്പോൾ പഞ്ചർ കിറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പഞ്ചറാകുന്ന സിറ്റുവേഷൻ, അല്ലെ ബാക്കി ടൂൾസൊക്കെ ഒരു പഞ്ചർ വരുന്ന കേസിലോ അല്ലെ സൈക്കിൾ എന്തെങ്കിലും പണി വരുന്ന കേസിൽ എടുത്താൽ മതി. സോ അത് എപ്പോഴും എടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബാഗിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് റിയറിൽ ലോഡ് ഒത്തിരി കൂടത്തില്ല, നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാം. ഒരു വെയിറ്റ് നമുക്ക് ഫ്രണ്ടിലും കൂടെ വരുവാണെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇതിപ്പം ഏകദേശം നമ്മൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന് റോപ്സ് നമ്മൾ ടൈ ചെയ്യും. ലോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതിനെ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒക്ടോബർ 2 വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റ് റെഡിയായി, എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. കൊരട്ടിയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ മൂവ് ഓൺ ചെയ്യാനാണ്. മാക്സിമം വെയിലാവുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് മെയിൻ ഏരിയകളൊക്കെ നമ്മൾ വടക്കഞ്ചേരിയൊക്കെ കൂടി കൊല്ലങ്കോട്, പൊള്ളാച്ചി അങ്ങനെയാണ് പോകുന്നത്. അപ്പം മാക്സിമം രാവിലെ തന്നെ ഇറങ്ങുവാണ്. അപ്പം ഇന്നത്തെ റൈഡിൽ നമുക്ക് പളനി വരെ എത്തണം. ഓൾമോസ്റ്റ് 200 കിലോമീറ്ററിനടുത്തോളം നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ടാഗുകളാണ് നമ്മുടെ റൈഡിൻ്റെ. ഇതിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും എമർജൻസി കോൺടാക്റ്റ് എല്ലാം ഉൾപ്പെടുത്തും. എന്തെങ്കിലും എമർജൻസി കേസസിലൊക്കെ നമ്മുടെ ഈ ഒരു റൈഡിനെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻഫോ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി. അപ്പം എല്ലാം ലൈറ്റൊക്കെ ഇന്നലെ വീഡിയോയിൽ കാണിച്ച ലൈറ്റുകളൊക്കെ നമ്മൾ ഫുൾ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് വെസ്റ്റൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യും. നമ്മളെ മാക്സിമം വിസിബിൾ ആയിരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരുപാട് ലോറികളും കാര്യങ്ങളും ഹെവി വെഹിക്കിൾസൊക്കെ ഒത്തിരി മൂവ് ചെയ്യുന്ന ടൈമാണ് നൈറ്റ്. അപ്പം അതുകൊണ്ടാണ് റിഫ്ലക്റ്റീവ് വെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൊരട്ടിയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇവിടെ നിന്നാണ് ശരിക്കും ഞങ്ങളുടെ റൈഡ് തുടങ്ങുന്നത്. ഇപ്പം മഴയൊന്നുമില്ല, നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് വടക്കഞ്ചേരിക്ക് ഒരു 62 കിലോമീറ്റർ ഉണ്ട്. അവിടെ വരെ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വടക്കഞ്ചേരി എത്തുന്ന എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മൾ റൈഡ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു 5 ദിവസത്തെ റൈഡാണ്. അപ്പം ഒരുപാട് നാളത്തെ പ്ലാനിങ്, ഓൾമോസ്റ്റ് 2 മാസമായിട്ട് നമ്മളിത് ഓണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തൊരു റൈഡാണ്. പക്ഷെ അത് നീണ്ട് ഇത്രയായി. അപ്പോൾ 5 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്തതിൻ്റെ ഒരു കോമ്പൻസേറ്ററി ഓഫും ഗാന്ധി ജയന്തിയുടെ അവധിയും പിന്നെ ഒരു വീക്കെൻഡിലെ അവധികളെല്ലാം ചേർത്ത് എനിക്കൊരു 5 ദിവസം ഓഫ് കിട്ടി. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഒരു തരത്തിൽ ലീവ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ഇതിന് വരാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്, പക്ഷേ ലീവിൻ്റെ ഇഷ്യൂസും മറ്റും കാരണം വരാതിരുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു റൈഡ് നമ്മൾ ഇനിയും നടത്തും. ഇപ്പം വൈശാഖേട്ടനൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വൈശാഖേട്ടനെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഖിൽ ബ്രോനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അഖിലിനൊക്കെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് വരുന്ന പാർട്ടിൽ നമ്മുടെ റൈഡുകൾ കാണാം. നമ്മൾ കൊരട്ടി തൊട്ട് നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ പോയി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാനല്ല, നമ്മൾ അവിടെയും ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന പാർട്ടുകളിൽ കാണാം. താങ്ക് യു.